ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് ബ്രേക്ക് ഓർ പാർക്കിംഗ് ബ്രേക്കാണ്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനത്തിനെ നമ്മൾ ഒരു ചെരിവിലോ അല്ലെങ്കിൽ നമ്മളുടെ ഇറക്കത്തിലോ കയറ്റത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ വാഹനം അനങ്ങാതെ നിർത്തിയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് സാധാരണ ഫുട് ബ്രേക്കുകളിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ബ്രേക്കാണ്. നമ്മൾ സാധാരണ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാല് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ബ്രേക്കാണ്. പക്ഷേ ഒരു ഹാൻഡ് ബ്രേക്ക് നമ്മൾ അതായത് കൈ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന വേറൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത്തരം ബ്രേക്കുകൾ ചെരുവിലും മറ്റു വാഹനങ്ങളും നിർത്താനാണ് നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ആവശ്യം വരുന്നത്. പിന്നെ ഫുട് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അതേ ബ്രേക്ക് ഷൂകൾ തന്നെയാണ് നമ്മൾ പാർക്കിംഗ് ബ്രേക്കുകൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. ചിലതരം വാഹനങ്ങളിൽ പാർക്കിംഗ് ബ്രേക്കുകൾക്ക് വേണ്ടി പ്രത്യേക ഷൂകൾ വേറെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഹാൻഡ് ബ്രേക്കിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ലിവറാണ്. ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ നിങ്ങൾക്ക് കാണാം ആദ്യമായിട്ട്. ആ ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു റാച്ചറ്റ് ലിവറാണ്. എന്താണ് പറയുക? റാച്ചറ്റ് ലിവർ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നോക്കുക, ആ ലിവറിൻ്റെ അറ്റത്ത് ഒരു പ്രസ് ബട്ടൺ കാണാം, പിന്നെ ഒരു ഹാൻഡ് നമ്മൾ പിടിക്കാനുള്ള ഗ്രിപ്പ് കാണാം. അതുകൂടാതെ ആ പ്രസ് ബട്ടൺ കഴിഞ്ഞിട്ട് അതിൻ്റെ നടുകൂടെ ആ ഒരു ലിവറിൻ്റെ നടുകൂടെ ഒരു ഷാഫ്റ്റ് പോകുന്നുണ്ട്. ആ ഷാഫ്റ്റും ഒരു റിട്ടേൺ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രസ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ ഹാൻഡ് ലിവർ അതിൻ്റെ ഉള്ളിൽ കൂടെ പുഷ് റോഡ് പോകുന്നുണ്ട്. ആ പുഷ് റോഡ് നേരെ ചെന്നിട്ടുള്ളത് ഒരു പവലിൽ നിന്നിട്ടുള്ള ഒരു ബെൽ ക്രാങ്ക് ലിവർ പോലത്തെ മെക്കാനിസത്തിലേക്കാണ്. അതും കൂടാതെ അതിൽ ഒരു പിവറ്റഡ് ജോയിൻ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു ചെറിയൊരു പോയിൻ്റർ അവിടെ ഉണ്ടായിരിക്കും. ആ പോയിൻ്റർ ഒരു റാച്ചറ്റ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി റാച്ചറ്റ് സപ്പോർട്ട് ബ്രാക്കറ്റ് എന്നാണ് ആ ഒരു സംഭവത്തിന് പറയുക. ആ റാച്ചറ്റ് സപ്പോർട്ട് ചെയ്ത ബ്രാക്കറ്റ്, ആ ബ്രാക്കറ്റിലാണ് നമ്മളുടെ റാച്ചറ്റ് പ്ലേറ്റ് ഉള്ളത്. പിന്നെ ആ പോയിൽ നിന്നിട്ടുള്ള സാധനം അത് ആണ് ആ ഒരു റാച്ചറ്റിൻ്റെ ടീത്തുമ്മയ്ക്ക് ജോയിൻ്റായി നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ അതുകൂടാതെ ഒരു പിവറ്റഡ് പിന്നിലും ആണ് അത് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളുടെ ഹാൻഡ് ലിവർ, അതായത് നമുക്ക് പൊന്തിക്കാനും താഴ്ത്താനൊക്കെ പറ്റും. അത് ആ പിവറ്റഡ് ജോയിൻറ്റ് കേന്ദ്രീകരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി ഈ ലിവർ വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രൈമറി കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു കേബിൾ കാണാം. ആ കേബിൾ വലിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇത് വലിക്കുന്ന സമയത്ത് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടാണ് അത് വലിക്കുക. പ്രസ് ചെയ്തുകൊണ്ട് വലിക്കുന്ന സമയത്ത് ആ പവൽ എന്ത് ചെയ്യും? നമ്മൾ റാച്ചറ്റ് പ്ലേറ്റിൻ്റെ ടീത്തിൽ നിന്നും അകന്ന് നിൽക്കും നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കത് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വലിച്ചിട്ട് മേലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ വലിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പുഷ് ബട്ടൺ അമർത്തണമെന്നില്ല. കാരണം ആ റാച്ചറ്റ് ഹാൻഡിലിൻ്റെ ടീത്തുകൾ ആ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് കിടക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് സ്മൂത്തായിട്ട് മുകളിലോട്ട് വലിക്കാം. പക്ഷേ നമുക്ക് തിരിച്ച് റിട്ടേൺ വരുത്താൻ പറ്റി നമ്മൾക്ക് എന്തായാലും ആ പ്രസ് ബട്ടൺ അമർത്തേണ്ടി വരും. പ്രസ് ബട്ടൺ അമർത്തുന്ന സമയത്ത് ആ പോൾ എന്ന് പറഞ്ഞ സാധനം PAWL പോൾ, ആ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അത് നമ്മളുടെ റാച്ചറ്റ് പ്ലേറ്റിൻ്റെ ടീത്തിൽ നിന്നും അകന്നു നിൽക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സുഖമായിട്ട് ആ ഹാൻഡ് ബ്രേക്ക് ലിവർ നമുക്ക് താഴ്ത്താനും പറ്റും. ഇനി നമ്മൾ പ്രൈമറി കേബിൾ എന്ന് പറഞ്ഞാൽ 2 കേബിൾ കൊടുത്തിട്ടുണ്ട്. അത് നേരെ ചെല്ലുന്നത് ഒരു നമുക്ക് ഇവിടെ കാണാം ഒരു കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേക്ക് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിസത്തിലേക്കാണ്. ആ ബ്രേക്ക് കോമ്പൻസേറ്ററിൽ നിന്നും പിന്നെ രണ്ടാമത് 2 കേബിൾ വഴി നേരെ നമ്മളുടെ ബ്രേക്കിലേക്കാണ് പോകുന്നത്. അവിടെ ബ്രേക്ക് അപ്ലൈ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു സംഭവം. നമ്മളുടെ റിയറിലുള്ള ഡ്രം ബ്രേക്കിലുള്ള ഡിസ്കുകളെ അല്ലെങ്കിൽ നമ്മളുടെ ബ്രേക്ക് ഷൂകളെ അകറ്റി അത് നമ്മളുടെ ഡ്രമ്മിലേക്ക് അമർന്ന് നിൽക്കുകയും ആ ബാക്കത്തെ വീലുകൾ ബ്രേക്ക് ചെയ്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ ബ്രേക്കിംഗ് സിസ്റ്റമായിട്ടാണ് ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ചില ഡിസ്ക് ബ്രേക്കാണ് നമ്മളുടെ പുറകിലെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രത്യേകം ഷൂകളും പ്രത്യേകം കാലിപ്പറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടായിരിക്കുക അവിടെ ആ ഒരു സിസ്റ്റത്തിൽ, ആ ഒരു മെക്കാനിസത്തിൽ. അടുത്ത് നമ്മളുടെ ബ്രേക്ക് ബ്ലീഡ് ചെയ്യാൻ്റെ കാര്യമാണ് പറയുന്നത്. ബ്രേക്ക് എങ്ങനെ ബ്ലീഡ് ചെയ്യാം, എന്തിന് ബ്ലീഡ് ചെയ്യാം? ബ്ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എവിടെയെങ്കിലും എയർ കുടുങ്ങിക്കഴിഞ്ഞാൽ
ആ എയർ നമ്മൾ ഒഴിവാക്കാതെ നമ്മളുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ വായു ഒരു ചെറിയ അളവിൽ കടന്നു കൂടിയാൽ അവിടെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആ എയർ ബബിൾ, ഇപ്പോൾ എയർ ബബിളാണ് ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ പൈപ്പ് ലൈനിൽ എയർ ബബിൾ ഉണ്ടെങ്കിൽ ആ ബബിളിൻ്റെ സൈസ് കുറയുക എന്നല്ലാതെ ആ ബബിളിൻ്റെ ഇപ്പുറത്തുള്ള ഓയിലിൽ നിന്നും അപ്പുറത്തുള്ള ഓയിലിലേക്ക് ഫോഴ്സ് കൈമാറില്ല. അതുകൊണ്ട് ബ്രേക്ക് ഡ്രമ്മിലേക്ക് ഫോഴ്സ് എത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ബ്രേക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള എയർ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 പേരുടെ സഹായമാണ് വേണ്ടത്. ഒരു 2 പേർ ചേർന്നിട്ടാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുക. ഒരാൾ നമ്മളുടെ ബ്രേക്ക്, അതായത് നമ്മളുടെ ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുക. അതിനുശേഷം മറ്റേ ആൾ നമ്മളുടെ ബ്രേക്ക് ബ്ലീഡിങ് നടത്തിന് വേണ്ടി ബ്രേക്ക് എക്സ്പാൻഡറിലോ അല്ലെങ്കിൽ വീൽ സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ ബ്രേക്ക് കാലിപ്പറിലൊക്കെ നമുക്കൊരു ബ്ലീഡ് വാൾവ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ബ്ലീഡ് വാൾവിലേക്ക് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ട്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് അതൊരു ജാറിലേക്ക് അതിൻ്റെ മറ്റേ അറ്റം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്ലീഡിങ് നിപ്പിളിലുള്ള ഒരു നട്ട് ഉണ്ടായിരിക്കും. ആ നട്ട് ഒന്ന് ലൂസായി, അതായത് ബ്ലീഡർ വാൾവിൻ്റെ നിപ്പിളിൻ്റെ ഒരു നട്ട് ഉണ്ടായിരിക്കും. ആ നട്ട് ലൂസാക്കുക. ആ നട്ട് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ഡ്രൈവർ ക്യാബിലിരിക്കുന്ന വ്യക്തിയോട് നമ്മൾ എന്ത് പറയുക, അത് പമ്പ് ചെയ്ത് നമ്മളുടെ ബ്രേക്ക് പമ്പ് ചെയ്ത് വിടാൻ പറയുക. അപ്പോൾ അയാൾ കുറേ നേരം പമ്പ് ചെയ്തതിന് ശേഷം അമർത്തി പിടിക്കാൻ പറയുക. അപ്പോൾ പമ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ആ പെഡലിന് നല്ല രീതിയിൽ ടൈറ്റ് വരാൻ തുടങ്ങും. ടൈറ്റ് വരുന്ന സമയത്ത് അമർത്തി പിടിക്കാൻ പറയുക. അപ്പോൾ ആ വ്യക്തി ആ ബ്രേക്ക് പെഡൽ അമർത്തി പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയായിരിക്കും. ആ സമയത്ത് വളരെ ടൈറ്റായിട്ടുണ്ടായിരിക്കും. ആ സമയം നമ്മൾ ആ ബ്ലീഡിങ് നിപ്പിൾ ലൂസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ആ സിസ്റ്റത്തിലുള്ള എയർ ആ പൈപ്പ് വഴി ആ ബീൽഡർ ഹോസ് വഴി നേരെ ജാറിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ വരുന്ന ആ ജാറിലേക്ക് വരുന്ന ബ്രേക്ക് ഓയിലിൽ ഒരുപാട് നൊരയും പതയും ആയിട്ടായിരിക്കും വരിക. കാരണം അതിൽ എയർ കുടുങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അയാൾ പമ്പ് ചെയ്തതിന് ശേഷം ആ ബ്രേക്ക് പെഡൽ നേരെ താവും. ആ സമയത്ത് വീണ്ടും നമ്മൾ ആ ബ്ലേഡർ നിപ്പിള് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. അങ്ങനെ ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം അയാളോട് വീണ്ടും പമ്പ് ചെയ്യാൻ പറയുക. അങ്ങനെ അയാൾ വീണ്ടും അത് പമ്പ് ചെയ്യും. വീണ്ടും നമ്മൾ ആ പമ്പ് ചെയ്ത് പിടിച്ചതിന് ശേഷം വീണ്ടും അതേ ബ്ലീഡിങ് നിപ്പിൾ ഒന്നും കൂടി ലൂസാക്കി കൊടുക്കുക. വീണ്ടും ആ ജാറിലേക്ക് നമ്മളുടെ ഫ്ലൂയിഡ് വന്ന് നിറയുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന എയറിൻ്റെ അത്ര ഉണ്ടായിരിക്കില്ല, കുറച്ച് എയർ ഉണ്ടായിരിക്കുള്ളൂ. വീണ്ടും അത് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഒന്നും കൂടിയും പമ്പ് ചെയ്ത് പിടിക്കാൻ പറയുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം പമ്പ് ചെയ്ത് ഇതേ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ജാറിലേക്ക് പിന്നെ ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് എയർ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഫ്ലൂയിഡ് ഒഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സമയത്ത് ബ്ലീഡിങ് നപ്പിൾ ടൈറ്റ് ആക്കുക. ഇതേ സമയം നമ്മൾ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ മുകളിലുള്ള റിസർവയറിൽ ആ ബ്രേക്ക് ഓയിലിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുറച്ച് ഓയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ മാസ്റ്റർ സിലിണ്ടറിലുള്ള ആ ഒരു ലെവലിനനുസരിച്ചിട്ട് എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആ ഓയിലാണ് പുറത്തേക്ക് വരുന്നത്. ആ ഓയിൽ വീണ്ടും അങ്ങോട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് ആ ഒരു ലെവൽ എപ്പോഴും കീപ്പ് ചെയ്ത് വയ്ക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ സീറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഏറ്റവും ദൂരെയുള്ള വീൽ ഏതാണോ അതാണ് നമ്മൾ ആദ്യം ബ്ലീഡ് ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ബ്ലീഡ് ചെയ്യേണ്ടത് ആ മാസ്റ്റർ സിലിണ്ടറിൻ്റെ അടുത്തുള്ള വീലുമായിരിക്കണം. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൽ നല്ല സഫീഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലീഡിങ് അങ്ങനെ വരുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും എയർ കയറാനുള്ള ചാൻസ് കൂടുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഡ്രൈവർ സീറ്റിൽ നിന്നും അകന്ന, അതായത് പുറകിലെ ഇടതുവശത്തെ വീല് ആദ്യം ബ്ലീഡ് ചെയ്യുക. അതിനുശേഷം പുറകിലെ റൈറ്റ് സൈഡിലുള്ള വീല് ബ്ലീഡ് ചെയ്യുക. അതിനുശേഷം മുന്നിലെ ലെഫ്റ്റ് സൈഡിലുള്ള വീല് ബ്ലീഡ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റായിട്ട് മുന്നിലെ റൈറ്റ് സൈഡിലുള്ള വീല് ബ്ലീഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.